നമസ്കാരം. ലോകത്തെ മുഴുവൻ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചുകൊണ്ട് ഗൾഫ് മേഖലയിൽ കടുത്ത സൈനിക പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അമേരിക്കൻ സൈന്യത്തിന് നേരെ കടുത്ത തിരിച്ചടിയാണ് ഇറാൻ സൈന്യം നൽകിയത്. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC മേഖലയിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ പ്രത്യാക്രമണം നടത്തിയിരുന്നു. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇറാൻ റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു പുറമെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽശാലയായ ഹോർമൂസ് കടലിടുക്ക് എല്ലാത്തരം കപ്പലുകൾക്കുമായി പൂർണ്ണമായും അടച്ചുപൂട്ടാനും ഇറാന്റെ സൈനിക നേതൃത്വം ഇന്നലെ ഉത്തരവിട്ടിരുന്നു. ഇതോടെ ആഗോള എണ്ണ വിപണിയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന വെടിനിർത്തൽ കരാറിനെ പ്രായോഗികമായി അർത്ഥശൂന്യമാക്കിയെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിലും അപലപിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിൽ നാടകീയ നീക്കങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനെതിരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന പുതിയ വ്യോമാക്രമണങ്ങളും ബോംബിങ്ങുകളും താൻ റദ്ദാക്കിയതായാണ് ട്രംപ് ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള മൊജ്തബ ഖമനയി നേരിട്ട് US-യുമായുള്ള സമാധാന കരാറിന് അംഗീകാരം നൽകിയതായും വരും ദിവസങ്ങളിൽ യൂറോപ്പിൽ വെച്ച് ചരിത്രപരമായ ഒരു ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വലിയ ഒത്തുതീർപ്പിലെത്തിയെന്നാണ് വൈറ്റ് ഹൗസ് നൽകുന്ന സൂചന. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. വാഷിംഗ്ടണുമായി ഒരു അന്തിമ കരാറിലെത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി ഔദ്യോഗികമായി വ്യക്തമാക്കി. സമാധാന കരാറിന്റെ ഭൂരിഭാഗം കരട് രൂപത്തോടും തങ്ങൾ യോജിച്ചിരുന്നുവെങ്കിലും അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ നിലപാടുകൾ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇറാന്റെ ആരോപണം. ട്രംപിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ വെറും രാഷ്ട്രീയ നാടകമാണെന്നും കരാറിനെക്കുറിച്ച് രാജ്യം ഇതുവരെ ഒരു അന്തിമ നിഗമനത്തിൽ എത്തിയിട്ടില്ല എന്നുമാണ് ഇറാന്റെ പക്ഷം. ഈ ചർച്ചകൾക്ക് തൊട്ടുമുൻപ് ഇറാനെ കടുത്ത ഭാഷയിൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ കാർഗ് ദ്വീപും മറ്റ് എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളും അമേരിക്കൻ സൈന്യം പിടിച്ചെടുക്കുമെന്നും ഇറാന്റെ എണ്ണ വാതക വിപണിയുടെ പൂർണ്ണ നിയന്ത്രണം വാഷിംഗ്ടൺ ഏറ്റെടുക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇതിന് പിന്നാലെ ഒമാൻ ഉൾക്കടലിൽ ചരക്കു കപ്പലുകൾക്ക് നേരെ US സൈന്യം കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. സെറ്റബെല്ലോ എന്ന ടാങ്കറിന് നേരെ ആക്രമണം നടന്ന ഒരു ദിവസത്തിനു ശേഷം ഗിനിയ ബിസാവു പതാകയുള്ള MV ജൽവീർ എന്ന അസ്ഫാൽ ടാങ്കറിന് നേരെയും US സൈന്യം ആക്രമണം നടത്തിയിരുന്നു. 4 ദിവസത്തിനിടെ നടക്കുന്ന മൂന്നാമത്തെ കപ്പലാക്രമണമാണിത്. ഈ US വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടത് ഇന്ത്യയും കടുത്ത അമർഷത്തിലാക്കിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ വെച്ച് US സൈന്യം നടത്തിയ ആക്രമണത്തിലാണ് കാണാതായ 3 ഇന്ത്യൻ ജീവനക്കാരും മരിച്ചതെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. സംഭവത്തിൽ ഇന്ത്യ അമേരിക്കയുടെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഡൽഹിയിലെ US ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ നേരിട്ട് വിളിച്ചു വരുത്തി ശക്തമായ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തു. നിലവിൽ മേഖലയിൽ കടുത്ത യുദ്ധഭീതി നിലനിൽക്കുമ്പോൾ ട്രംപിന്റെ സമാധാന ചർച്ചകൾ എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്ക് ഇപ്പോഴും കടുത്ത ആശങ്കയാണുള്ളത്.